എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചക്ര എന്ന് പറയുന്നത് വിശുദ്ധി ചക്ര. വിശുദ്ധി ചക്രയ്ക്ക് ഇംഗ്ലീഷിലെ പേര് ത്രോട്ട് ചക്ര. ഈ ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ അത് ഈ തൊണ്ടക്കുഴിയിൽ ഇവിടെ ഒരു ചെറിയ ഒരു കുഴി പോലുണ്ട്. ഈ തൊണ്ടക്കുഴിയിലുള്ളതാണ് ഈ വിശുദ്ധി ചക്ര. അപ്പം തൊണ്ടക്കുഴിയിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ ഇവിടെ കാണിച്ചാലും നേരെ അതിൻ്റെ ബാക്കിലാണ് ഉള്ളത് ഈ വിശുദ്ധി ചക്ര. അപ്പം തൊണ്ടയിലുള്ളത് കൊണ്ടാണ് അതിന് ത്രോട്ട് ചക്ര എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിൽ. ഈ ചക്രയെ നമ്മളെങ്ങനെ വർണ്ണിക്കും എന്ന് പറഞ്ഞാൽ, ഈ ചക്രനെയും ഒരു താമരപ്പൂവായിട്ടാണ് വർണ്ണിക്കുന്നത്. അതിൽ 16 ഇതഴുകൾ, അതായത് 16 പെറ്റൽസ് ഉള്ള പോലാണ് അവർ രൂപീകരിക്കുന്നത് ഈ ത്രോട്ട് ചക്രനെ. പിന്നെ ഈ ത്രോട്ട് ചക്രയ്ക്കും ദൈവങ്ങൾ എന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. ഈ ത്രോട്ട് ചക്ര ഈസ് കണക്റ്റഡ് ടു ആകാശ് എലിമെന്റ്. ഈ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിനോട് തുടർബുള്ളതാണ് ഈ ത്രോട്ട് ചക്ര. അതിൻ്റെ കളർ എന്ന് പറയുന്നത് നീലം, ബ്ലൂ കളറാണ്. അതിൻ്റെ മന്ത്ര എന്ന് പറയുന്നത് ഹം, HAM, ഹം. അപ്പം ഈ ചക്രയെ നമ്മൾ വിചാരിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട മന്ത്രം, അതിൻ്റെ മന്ത്രം, അതായത് അതിൻ്റെ മന്ത്രം എന്ന് പറഞ്ഞാലേ, അതായത് ഹം. അങ്ങനെ കുറേ പ്രാവശ്യം ഉരുവിടുമ്പം ഈ ചക്രയിൽ വൈബ്രേഷൻ വരും. ഇങ്ങനെയാണ് അക്കാലത്തെ ഋഷികളും മുനികളും ഒക്കെ കണ്ടുപിടിച്ചത്. അതായത് ചില വാക്കുകൾ, ചില അക്ഷരങ്ങൾ പറയുമ്പോൾ ആ ചക്ര കിടന്ന് തുടിക്കും. അത് വൈബ്രേറ്റ് ആവുന്നു എന്നർത്ഥം. അപ്പോൾ അത് ആക്ടിവേറ്റ് ആകുന്നു എന്നർത്ഥം. അങ്ങനെയൊക്കെ ഇവർ പല രീതിയിലും ഗവേഷണം നടത്തിയിട്ടാണ് ഈ കറക്റ്റായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ഈ ആജ്ഞാചക്രയൊക്കെ ആക്ടിവേറ്റ് ആകുമ്പം അവർക്ക് ആകാശിക് റെക്കോർഡ് എന്നുണ്ടല്ലോ. എല്ലാ സാധനവും ഓൾറെഡി പ്രപഞ്ചത്തിലുണ്ട്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും, എന്തൊക്കെ പുതിയ പുതിയ കണ്ടുപിടിപ്പുകൾ വന്നാലും, സയൻറ്റിസ്റ്റൊക്കെ എന്തൊക്കെയോ ഔട്ട് ബ്രേക്ക് ഇൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാലും അത് ഒന്നുമേ പുതിയതല്ല. എല്ലാമേ ഓൾറെഡി അവിടെ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അത് ഏത് സ്ഥലം എന്ന് ചോദിക്കരുത്, പ്രപഞ്ചത്തിൽ അത് എല്ലാമേ ഓൾറെഡി ഉണ്ട്. അതിന് പേരാണ് ആകാശിക് റെക്കോർഡ്സ്. അപ്പം ഈ സയൻറ്റിസ്റ്റ് ഒക്കെ, ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഡാർവിൻ സി, അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, സോക്രട്ടിസ്, ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഈ എല്ലാ കണ്ടുപിടിപ്പുകൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ, അങ്ങനെ എല്ലാ സയൻറ്റിസ്റ്റും അവർ മിക്കവാറും സമയത്ത് ഈ ആൽഫ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ബീറ്റ, ആൽഫ, ഗാമ, ഡെൽറ്റ ഇതെല്ലാം നേരത്തെ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പം അവർക്ക് തന്നെത്താനെ ആ കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെയൊക്കെയാണ് ഈ മന്ത്രങ്ങളെയൊക്കെ അവർ അറിഞ്ഞ് അതിനെ യൂസ് ചെയ്ത് അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ട് പോയത്. ഓക്കെ, സോ ഇതൊക്കെ നമുക്കും ആവശ്യമാണ്. ഇപ്പം ഈ വിശുദ്ധി ചക്ര എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തുവാ? സംസാരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടോ അത് ഞാൻ വെളിയിൽ പറയുക, അതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് മറ്റേ ആൾ അതിനെ കേൾക്കും, മനസ്സിലാക്കും. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ. സോ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് ആർട്ട് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്തുവാ? വെറും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോരെ. ആർട്ട് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ല ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളതിന് വേണ്ടിയാണ് അതായത് പറയുന്നത്. ഇപ്പം ആർട്ട് എക്സിബിഷനിലൊക്കെ പോകുന്നു,
ഇപ്പോൾ ഈ മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻ്റൊക്കെ എടുത്തിട്ട് അടിച്ചു വെക്കുന്നുണ്ട്. അതൊന്നും അത് മോഡേൺ ആർട്ടിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതേ സമയത്ത് പഴയ കാലത്തെ പെയിൻറ്റിങ്സ് ഒക്കെ നോക്കിയാൽ അത് ഭയങ്കര ഒരു രമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര നോക്കിയാലും മതി വരത്തില്ല, കണ്ടുകൊണ്ടേയിരിക്കാമെന്ന് തോന്നും. അതിനെയൊക്കെയാണ് ഞാൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പം അത്രയും കലാബോധമുള്ള ഒരു സംഗതിയാണ് ഈ സംസാരം. അപ്പം നമ്മളൊക്കെ എങ്ങനെ ഇത്രയും ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി എങ്ങനെയാ സംസാരിക്കേണ്ടിയേ എന്നുള്ളതും നമ്മൾ ആലോചിച്ച് നോക്കുക. കലാബോധത്തോട് വേണം സംസാരിക്കാൻ. അതിൽ എന്തൊക്കെയാ പോയിന്റ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വേറെ വലുതായിട്ടൊന്നുമില്ല. വിശുദ്ധി തൊണ്ടക്കുഴിയിലുള്ള വിശുദ്ധി ചക്രായിനെ കുറിച്ചുള്ള അവിടെ എനർജി കൂടിയാൽ എങ്ങനെ, കുറഞ്ഞാൽ എങ്ങനെ, ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ എങ്ങനെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഒന്ന് രണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധി, ആജ്ഞ, സഹസ്രാര, ഇത് മൂന്നും ഹയർ ചക്രാസ്. ഹയർ ചക്രാസ് എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത് മേൽഭാഗത്തുള്ളതാണ് ഹയർ ചക്രാസ്. ഇതിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ഇത് നാലും ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ഈ വിശുദ്ധി ചക്രായും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഈ താഴത്തെ 3 ലോവർ ചക്രാസും ശരിയല്ലെങ്കിൽ അനാഹത ചക്രായിനെ അത് ബാധിക്കും. അനാഹത ചക്രായിലുള്ള ബാധിപ്പ്, അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് വിശുദ്ധിയിലും അറിയും. ഓക്കെ, അതാണ് ഇതിൻ്റെ കാര്യം. അപ്പം എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മുടെ മനസ്സിൽ ഉള്ളതിനെ എങ്ങനെ വെളിയിൽ പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു ഗുണം. ഓക്കെ, ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് മാത്രമല്ല, ഇതൊന്ന് ഇപ്പം സംസാരത്തിനെ നിയന്ത്രിക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് നോക്കാൻ പോവാണ്. അതൊന്ന് സംസാരിക്കുന്നത് ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ, വിശുദ്ധി ചക്ര. അതുമാത്രമല്ല, വേറൊരു കാര്യം, നമ്മുടെ സ്പിരിച്വൽ ജേർണി തുടങ്ങുന്നതേ ഇവിടം തൊട്ടാണ്. അതായത് താഴേന്ന് വരുമ്പം നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടതാണ്. മൂലാധാരം സർവൈവലിന്, അതിൻ്റെ ഫിസിക്കൽ ഹെൽത്തിന്, സ്വാധിഷ്ഠാനം ഇമോഷണൽ വെൽബീയിങ്ങിന്, മണിപൂരകം മണി, പവർ, ഈഗോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മനുഷ്യനായിട്ട് ഹാർട്ട് സ്പേസിലോട്ട് വരുന്നത്. അതാണ് അനാഹത ചക്രം. അനാഹത ചക്രത്തിൽ എന്തുവാ മെയിനായിട്ട്? സ്നേഹം, ലവ്. സ്നേഹം. അതായത് നമ്മൾ സ്നേഹിക്കുക, മറ്റവരെയും സ്നേഹിക്കുക. അല്ലാതെ ഓരോരുത്തരെയും പരദൂഷണം പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, ഗോസിപ്പ് അടിച്ച് നടക്കുന്നതല്ല. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും അവരോരുടെ തളത്തിൽ ഇരുന്ന് അവരെ മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ മഞ്ഞക്കാമല ഉള്ളവൻ മഞ്ഞക്കാമലയല്ല, മലയാളത്തിൽ മഞ്ഞപ്പിത്തം എന്നാണ് പറയുന്നത്. മഞ്ഞക്കാമല എന്നുള്ളത് തമിഴാണ്, സോറി. നിങ്ങൾ എൻ്റെ കൂടെ കേട്ട് കുറേ തമിഴും പഠിക്കും. ശരി, അതും നല്ലതാ, ഇരിക്കട്ടെ. അപ്പം അതൊന്ന്. അപ്പം മഞ്ഞപ്പിത്തമുള്ളവൻ കാണുമ്പം എല്ലാം മഞ്ഞളായിട്ടേ കാണത്തുള്ളൂ. അപ്പം അതുപോലെ നമ്മളെ സ്നേഹിച്ച് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്താൽ നമ്മൾ മറ്റവരെയും സ്നേഹിക്കാൻ തോന്നും. ജീവിതമേ നല്ലതായിട്ട് തോന്നും. ലോകമേ സൗന്ദര്യം നിറഞ്ഞതായിട്ട് തോന്നും. ഓക്കെ, അതാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, അതായത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് അനാഹത ചക്രം. ഇപ്പം ഇതീ 4 ചക്രവും റെഡിയാണെങ്കിൽ വിശുദ്ധിയും നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ നോക്കാം. അപ്പം അതുമാത്രമല്ല, ഇപ്പം ഞാൻ പറയാൻ വന്നത്, വിശുദ്ധി ചക്രയിലിരുന്നാണ് നമ്മുടെ സ്പിരിച്വൽ ജേർണി തുടങ്ങുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഈ ചാനൽ കാണുന്നു, കേൾക്കുന്നു, ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചാനലുകളെല്ലാം നമ്മൾ നോക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സ്പിരിച്വൽ ജേർണി തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ആണല്ലോ. മുക്തി ചാനൽ എന്ന് പറയുമ്പം നമ്മൾ സ്പിരിച്വൽ ജേർണി തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള തേടലിലാണ് നമ്മൾ നടക്കുന്നത്. തേടുന്നു എന്ന് വെച്ചാൽ എന്തുവാ? എവിടെ നമുക്ക് എന്ത് കിട്ടും? അത് അറിവാണോ, ജ്ഞാനമാണോ, എക്സ്പീരിയൻസ് ആണോ, ബുക്കിൽ നിന്ന് കിട്ടുന്നതാണോ, വീഡിയോ മുഖാന്തരം കിട്ടുന്നതാണോ, മറ്റവരുടെ നേരിട്ട് സംസാരിക്കുമ്പം കിട്ടുന്നതാണ്? എല്ലാം നല്ലതാണ്, എല്ലാം നമുക്ക് വേണം. ഓക്കെ, അപ്പം
ഇതെല്ലാം വെച്ച് നമ്മൾ ഇങ്ങനെ തേടി 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 നടക്കുവാണ്. ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? നമ്മൾ എന്ത് ചെയ്യണം? ഇനി എപ്പം നമുക്ക് മുക്തി കിട്ടും? ഇനിയും പല ഗർഭപാത്രത്തിൽ പോയി ഇരുന്ന് 9 മാസം കയ്യും കാലും നീട്ടാൻ വയ്യാതെ കുറുകിയിരുന്ന് കഷ്ടപ്പെട്ട് ഒരു യോനി വഴി വെളിയിൽ വന്ന് അതിൽ പിന്നെയും നിൽക്കാൻ പഠിച്ച് നടക്കാൻ പഠിച്ച് ABC പഠിച്ച് മലയാള ലെറ്റേഴ്സ് പഠിച്ച് എഴുതാൻ പഠിച്ച് അയ്യോ എന്തോ ഒരു പാഠം. നമുക്കിതൊന്നും വേണ്ടപ്പാ എന്നുള്ള സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഇല്ലയോ? അതുകൊണ്ടല്ലേ നമുക്ക് മുക്തി വേണമെന്ന് പറയുന്നത്. അപ്പം ഈ പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ളതിനെ നിർത്തണം, ഒറ്റയടിക്ക് നിർത്തണം എന്നുള്ള പുറപ്പാടിലാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പം ഈ ചക്രാസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പം അല്ല, പിന്നെ ഈ വോയിസ് എന്ന് വെച്ചാൽ ശബ്ദം. ഈ വോയിസ് എന്ന് പറയുന്നത് വെറും ശബ്ദമല്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ രാഗമാണ്. ഓക്കെ, അപ്പം എത്രത്തോളം നമ്മളുടെ സംസാരം നന്നായിരിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇത്. അപ്പം വെറുതെ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നു. ഇപ്പം ഇവിടെ വോക്കൽ കോർഡ്സ് ഉണ്ട്, അതിൽ പോയി ഇത് ചെയ്യുമ്പം കാറ്റ് പെടുന്നു, അതുകൊണ്ട് ശബ്ദം ഉണ്ടാകുന്നു. അതൊക്കെ ശരി, അതൊക്കെ സയൻസിന് പുറമേ, സയൻസിന് മീതെ ഉള്ളതാണ് സ്പിരിച്വാലിറ്റി. അപ്പം ഈ ആത്മീയതയിൽ വരുമ്പം നമ്മൾ വെറും ഈ എക്സ്പെരിമെൻറ്റും വെച്ച് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇത് ആത്മീയത എന്ന് പറയുന്നത് ആധ്യാത്മിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാജിക്കാണ്, ലോജിക്കല്ല. 2+2=4 എന്ന് പറഞ്ഞ ലോജിക്ക് ഇവിടെ ചെല്ലുപടിയാവത്തില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇവിടെ നമുക്ക് നമ്മൾ കാണാൻ പോകുന്നതും മെഡിറ്റേഷൻ ചെയ്യുമ്പം കേൾക്കാൻ പോകുന്നതും അതും ഇതുമൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതൊക്കെ വേറെ ആയിരിക്കും, വേറെ ലെവലിലായിരിക്കും. ഓക്കെ, അപ്പം ആ ലെവലിൽ ആദ്യത്തെ പടിയിൽ നമ്മൾ കാല് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കും വിശുദ്ധി ചക്ര ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ അപ്പം ഒരു ആത്മായുടെ ക്രിയേറ്റിവിറ്റിയാണ് സംസാരം. അപ്പം വളരെ വളരെ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ സംസാരത്തിനെ കുറിച്ച് വാക്കുകൾ നമ്മൾ അല്ലെങ്കിലും കുറേ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ട് മനസ്സാ വാചാ കർമ്മണ എങ്ങനെ ആയിരിക്കേണ്ടിയെന്ന്. അപ്പം പവർ ഓഫ് തോട്ട്സ് എന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പവർ ഓഫ് വേർഡ്സ് എന്നും ഒന്ന് ഇടണമെന്ന് വിചാരിച്ചു, അതിനിടയ്ക്ക് വേറെ പല രീതിയിൽ അങ്ങ് മാറിപ്പോയി. പവർ ഓഫ് വേർഡ്സിനെ കുറിച്ചും ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ നമ്മൾ നിയന്ത്രിച്ചേ പറ്റും. വായി തോന്നുന്നത് സംസാരിക്കുന്നത് ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അല്ല. ഓക്കെ, സോ വളരെ 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 ആലോചിച്ച് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാവും. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതായത് ഇപ്പം വേറെ ഒന്നുമല്ല, ഇതും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊച്ചുമോളെടുത്ത് വയസ്സ് 7 ആയുള്ളൂ. എന്തെങ്കിലും പറയുമ്പോൾ സോറി പറ മോളെ, മോള് പറഞ്ഞത് തെറ്റല്ലയോ, സോറി പറ, സോറി. അവർക്ക് ആ കൊച്ചു വയസ്സിലെ അത്രയും ഒരു ഈഗോ. സോറി പറഞ്ഞാൽ അവരേതോ കുറഞ്ഞു പോയി എന്നുള്ള വിചാരം. ഇപ്പം എൻ്റെ കൊച്ചുമോളെ കുറിച്ച് എനിക്ക് പറയാമെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കൊണ്ട് അതുപോലെയാണ് എല്ലാവരും വെച്ചാൽ എല്ലാ കുട്ടികളും ഇക്കാലത്ത് അങ്ങനെയാണ്, വലിയവർക്കും അങ്ങനെ. സോറി പറയുന്നതെന്ന് വെച്ചാൽ വലിയ ഒരു മടിയാണ്. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് സ്പേസിൽ നിന്നല്ല അത് വരുന്നത്. ഹാർട്ട് സ്പേസിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയാൽ മാത്രമേ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് വരത്തുള്ളൂ. അത് വേറെ ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഐ എം സോറി, അല്ലെങ്കിൽ സോറി എന്നെ ക്ഷമിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അങ്ങനെ ഒരു വാക്ക് വായിന്ന് വരണമെങ്കിൽ അത് ഹാർട്ട് സ്പേസിൽ നിന്ന് വേണം വരാൻ. അല്ലാതെ അതേപോലെ ചുമ്മാതെ ഈ സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ ഐ ലവ് യു ഒരു റോസ് കൊടുക്കുന്നതുകൊണ്ട് അത് ഐ ലവ് യു ആവത്തില്ല.
ശരിക്കും ഒരാളെ നമ്മൾ മനഃപൂർവ്വം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്നെങ്കിൽ ആ ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അവരുടെ അത് മാത്രമല്ല, അവരുടെ അവരുടെ ചീത്ത സ്വഭാവങ്ങളെയും നമുക്ക് മനസ്സിലാകും. മനുഷ്യരായ നല്ലതും ചീത്തയും ഉണ്ടല്ലോ. എല്ലാവരുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും ഉണ്ട്. പക്ഷേ ആ ചീത്ത സ്വഭാവത്തിനെ നമ്മൾ കണ്ടാലും അതിനെ അവരുടെ ലെവലിലിരുന്ന് അതിനെ മനസ്സിലാക്കുക. ഓക്കെ, അവളെ സംബന്ധിച്ചവരെ അത് ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ, അതാണ് സത്യമായിട്ടുള്ള ഒരു സ്നേഹം. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ വിചാരിക്കുന്നത് ലവേഴ്സ് മാത്രമല്ല, അല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല. ആരെ നമ്മൾ സ്നേഹിച്ചാലും അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള കഴിവ് നമുക്ക് വേണം, അതിനുള്ള മനസ്സ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് അവരെ പരിപൂർണമായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അത് പെറ്റമ്മയാവട്ടെ, മകളാകട്ടെ, ആരായിരുന്നാലും ശരി. ഒരു വ്യക്തി ഇനിയൊരു വ്യക്തിയെ കാണുമ്പം അവരുടെ നല്ല സ്വഭാവങ്ങളും നമുക്ക് മനസ്സിലാകും, ചീത്ത സ്വഭാവങ്ങളും മനസ്സിലാകും. രണ്ടിനെയും ഒരുപോലെ അവരായിട്ട് ഇരുന്ന് അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ. അപ്പം മാത്രമേ അതിന് സ്നേഹമെന്ന് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ സ്നേഹം മനസ്സിൽ നിറഞ്ഞിരുന്നാൽ മാത്രമേ അവരുടെ വാക്കുകൾ നന്നായി വരത്തുള്ളൂ. നമ്മളിപ്പോൾ സംസാരിക്കുന്നു, ഈ സംസാരിക്കുമ്പോഴേ ഫസ്റ്റ് ആ വാക്ക് വെളി വരുമ്പം ആ ശബ്ദം ഫസ്റ്റ് കേൾക്കുന്നത് നമ്മളാണ്. പിന്നെയാണ് ഈ കാറ്റിൽ കൂടെ ആ സൗണ്ട് മറ്റവരെ പോയി ചേരുന്നത്, മറ്റവരുടെ കാതിൽ പോയി വീഴുന്നത്. അപ്പം നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നന്മ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പറയുന്ന ഓരോ ചീത്ത വാക്കുകളും നമുക്കാണ് നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത്. മറ്റവരെ കാട്ടിലും അവരൊക്കെ കേൾക്കുന്നത് പിന്നെയാണ്, ഫസ്റ്റ് നമ്മളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഓരോ വാക്കും നമ്മൾ വളരെയധികം നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കാൻ. അതുമാത്രമല്ല, നമ്മൾ സംസാരിക്കുന്നതിന് പുറമേ നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. രണ്ട് മടങ്ങ് കേൾക്കുക, ഒരു മടങ്ങ് സംസാരിക്കുക. 2 മടങ്ങെന്ന് പറഞ്ഞാൽ എന്തുവാ? കേൾക്കുന്നതിന് നമ്മൾ അത്രയും താല്പര്യം കാണിക്കണം. മറ്റവരുടെ സംസാരം കേൾക്കുന്നതിൽ, അവരെ മനസ്സിലാക്കുന്നതിൽ 2 മടങ്ങ് ഉത്സാഹം നമ്മൾ കാണിക്കണം. അതിനാണ് 2 കാത് തന്നിരിക്കുന്നത്. അതേ സമയത്ത് നമ്മൾക്ക് സംസാരിക്കാൻ വരുമ്പം ഒരു നാവേ ഉള്ളൂ, അതിൻ്റെ പകുതി സംസാരിച്ചാൽ മതി. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും പകുതി സംസാരിച്ചാലും മതി. പക്ഷേ ഓരോ വാക്കും നമ്മൾ വളരെ ആലോചിച്ച് വേണം പറയാൻ. ബിക്കോസ് വേർഡ്സ് ആർ വെരി വെരി പവർഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ തഥാസ്തു, എവിടെയും ഒരു ഏഞ്ചലും ഇരുന്നുകൊണ്ട് തഥാസ്തു എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഓരോ വാക്കും നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച് പറയണമെങ്കിൽ അതിന് നമ്മൾ ചെവി കൊടുത്ത് കേൾക്കണം. മറ്റവരുടെ കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുത്ത് കേൾക്കണം. കേട്ട് അതിനെ അവർ പറയുന്ന മുഖവിലയ്ക്ക് എടുത്ത് മനസ്സിലാക്കി പിന്നെ നമ്മൾ അതിനുള്ള ഉത്തരം കൊടുക്കുക. അതാണ് പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോഴേ ഓത്തൻറ്റിക് ആയിട്ടിരിക്കണം. ഇന്നലെയും ഈ ഓത്തൻറ്റിസിറ്റിയെ കുറിച്ച് പറഞ്ഞു. എന്നുവെച്ചാൽ ഹാർട്ട് സ്പേസിലും ഓത്തൻറ്റിക് ആയിരിക്കണം, അപ്പോഴേ നാക്കിലും ഓത്തൻറ്റിസിറ്റി വരത്തുള്ളൂ. ഓത്തൻറ്റിസിറ്റി എന്തുവാ? നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അത് മാത്രമേ വായിൽ വരാവൂ. അപ്പം വാക്കുകൾ പവർഫുൾ എന്ന് മനസ്സിലായി. അപ്പം നല്ല വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മനസ്സിലായി. അപ്പം നല്ല വാക്കുകൾ വെളി വരണമെങ്കിൽ, നമ്മുടെ നാവിലിരുന്ന് വെളി വരണമെങ്കിൽ നമ്മളുടെ ഉള്ള് ശുദ്ധമായിരിക്കണം, വളരെ ശുദ്ധമായിരിക്കണം. വാക്ശുദ്ധി, ആസനശുദ്ധി, വാക്ശുദ്ധി. വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ വാക്കുകൾ അത്രയും ശുദ്ധമായിട്ട് വരണം, നല്ലതേ സംസാരിക്കണം. നമ്മൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് വായി തുറന്നാൽ അത് ഒന്നീ സ്നേഹത്തിനെ പ്രകടിപ്പിക്കുന്നതായിട്ടിരിക്കണം, അല്ലെങ്കിൽ മറ്റവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഇരിക്കണം, അല്ലെങ്കിൽ അവരുടെ
കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ, നെഗറ്റീവായിട്ട് പറയുവാണെങ്കിലും കൂടെ അത് അവരെ തിരുത്തുന്ന പോലെയുള്ള വാക്കുകളെ നമ്മൾ ഉപയോഗിക്കാം. അല്ലാതെ കണ്ടം ചെയ്യുക എന്ന് വെച്ചാൽ അടിച്ചമർത്തുക, ഒന്നും നിനക്ക് അറിഞ്ഞുകൂടാ, നീ യൂസ്ലെസ്, അങ്ങനെ നീ ഒന്നിനും കൊള്ളരുതാത്തവനാ എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ നമുക്ക് വാക്കുകൾ വേണ്ടേ വേണ്ട. അതിനേക്കാട്ടിലും നമ്മൾ പറയാതിരിക്കുന്നതാ നല്ലത്. സോ പറയുന്നത് നല്ലത് പറയുക, അല്ലെങ്കിൽ പറയാതിരിക്കുക, അത്രയേ ഉള്ളൂ. ആരുടെയെങ്കിലും എന്തെങ്കിലും ഇപ്പം മറ്റവരടുത്ത് കുറ്റം കാണുന്നു, കുറ്റങ്ങളെന്ന് വെച്ചാൽ തെറ്റുകൾ കാണുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള മക്കള്, കൊച്ചുമക്കള് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നു, തെറ്റുകൾ പറയുന്നു. അപ്പം നമുക്ക് തിരുത്തിയേ പറ്റൂ. തിരുത്താതെ കണ്ണടച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല, അത് തെറ്റ്. അപ്പം നമുക്ക് തിരുത്തണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. പക്ഷേ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ചൊല്ലിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് എങ്ങനെ, എത്ര മൈൽഡായിരിക്കണം, എത്ര ആവേശത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എത്ര ഉരക്കെയാണ് നമ്മൾ കത്തി സംസാരിക്കുന്നത്, അതെല്ലാം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നത് 100% വേണം. ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് മാത്രമേ വെളിയിൽ പറയാം. നമുക്കൊരു മുഖംമൂടി വേണ്ട, നമുക്കൊരു മാസ്ക് വേണ്ട. അവരെന്നെക്കുറിച്ച് എന്ത് പറയും, ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. അതിനാരും നമ്മളെ കഴുത്ത് വെട്ടാൻ പോകുന്നില്ല. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ, അറിയേണ്ട കാര്യമാണ്. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് മോശമാണ്, തെറ്റാണ്. എന്നാലും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അത് അടുത്ത സ്റ്റെപ്പായിട്ട് അറിയാൻ നമുക്ക് ശ്രമിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ വെറുതെ മറ്റവരുടെ അടുത്ത് ഷോ ഓഫ് ചെയ്യുക, ഷോ കാണിക്കുക, അല്ലെങ്കിൽ അവർ നമ്മളെ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടി മുഖസ്തുതി പാടുക, ഇതിനൊന്നും പോകരുത്. അതുമാത്രമല്ല, ഞാൻ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ വീഡിയോ. അതായത് ഗോസിപ്പ്, പരദൂഷണം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മായ്ക്കുള്ള ക്യാൻസറാണ്. ക്യാൻസർ എന്ന് വെച്ചാൽ അങ്ങനെ അരിച്ച് തിന്നുകളയും, ഒന്നുമില്ലാതാക്കും. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ സ്വയരൂപത്തിനെ തകർക്കാനുള്ള ഒരു സംഗതിയാണ് ഗോസിപ്പ്. അത് 1-2 പേര് ഈ കമൻസിൽ കൂടെ എഴുതിയിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കും, എൻ്റെ വാക്കുകൾ നിയന്ത്രിക്കും എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പം വളരെ എനിക്ക് ഹാപ്പിയാണ്. എന്നുവെച്ചാലേ, നമ്മൾ പറയുന്നത് കേട്ട് ഒരാൾ മനം മാറി ഞാൻ അങ്ങനെ ഒരു സങ്കല്പം എടുക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു ധൈര്യം വേണം. അതിനെയും കമൻസിൽ പറയണമെങ്കിൽ അതിനെക്കാട്ടിലും അവർ ഓത്തൻറ്റിക്കാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ എഴുതാനും പറയാനും തോന്നുന്നത്. അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മിണ്ടാതെ പോകാം. മെനക്കെട്ട് അതിനെ ഒരു കമൻ്റായിട്ട്, ടീച്ചറെ, വത്സമ്മേ, ഞാൻ ഇനി എൻ്റെ വാക്കുകൾ നിയന്ത്രിക്കും, ഞാൻ ഇനി അനാവശ്യമായിട്ട് സംസാരിക്കത്തില്ല, ഞാൻ ഇന്ന് തീരുമാനിച്ചു എന്ന് ഒരു സഹോദരി എഴുതിയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്ന് വിചാരിച്ച് ഞാൻ 100% പെർഫെക്റ്റ് അല്ല. പക്ഷേ പറയുമ്പം എനിക്ക് എന്നുള്ളിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതും ഒരു സർവീസ്, നമ്മൾ സർവീസായിട്ട് മറ്റവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നാലും അതിന് കൂടുതൽ നമുക്കാണ് നമ്മൾ നന്മകളായിട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നീ അന്ന് അത് എൻ്റെ മനസാക്ഷി എന്നെ ചോദിക്കും, ഇല്ലേ, നീ അന്ന് പറഞ്ഞല്ലോ വലിയ വാക്കിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഇത്, ഇപ്പം എന്തോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ വോയിസ് വരുന്നുണ്ട് നമ്മളെ ചെക്ക് ചെയ്യാൻ. ആ ചെക്ക് ഒന്ന് നമുക്ക് വേണം. ഓക്കെ. അപ്പം ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നത് 100% വേണം. അപ്പം ഇപ്പം ഒരാൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തത് ശരിയല്ല, നമ്മളായിട്ട് പോയി നിൻ്റെ ഡ്രസ്സ് ഇന്ന് മോശം എന്ന് പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അത് ഒരുപാട് പേർക്ക് പിടിക്കുന്നില്ല. ഞാനൊക്കെ മുമ്പൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതായത് നമ്മൾ നല്ല മനസ്സോടാണ് പോയി പറയുന്നത്, ഈ ഡ്രസ്സ് ശരിയല്ല, ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, അങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ. പക്ഷേ പിന്നെയാണ് എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ നല്ലത് വിചാരിച്ച് പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല.
അതായത് അവർ നമ്മളെ തെറ്റിദ്ധരിക്കാനാണ് കാത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന നന്മകളെ അവരെടുക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. പിന്നെ ചിലർ വന്ന് ചോദിക്കും, ഇന്ന് ഞാൻ തല ചീകിയത് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഡ്രസ്സ് ചെയ്തത് എങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പം കൊള്ളേ കൊള്ളരുത്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുമോ? കോമാളിത്തനമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അതായത് മറ്റവരുടെ മനസ്സ് നോകുന്ന പോലെ നമ്മൾ സംസാരിക്കരുത്. അത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത്, എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞു വിട്ടേക്കണം. ഓക്കെ, ആരെയും നമ്മൾ നമ്മളുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. ഓക്കെ, അതാണ് ഓത്തൻറ്റിസിറ്റി. അതേമാതിരി ഇംഗ്ലീഷിൽ ഇനിയൊരു വാക്കുണ്ട്, ബി ഇംപെക്കബിൾ വിത്ത് വേർഡ്സ്. ഈ വാക്കും ഞാൻ ടാഗിലിടാം. ഇംപെക്കബിൾ വിത്ത് വേർഡ്സ്. ഇംപെക്കബിൾ വേർഡ്സ് എന്ന് വെച്ചാൽ അത്ര ശുദ്ധമായിട്ടിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്രയ്ക്ക് ശുദ്ധമായിട്ടിരിക്കണം. അതാ നേരത്തെ പറഞ്ഞ പോലെ അത് പോസിറ്റീവായിട്ടിരിക്കണം, നമ്മുടെ സ്നേഹത്തിനെ പ്രകടിപ്പിക്കുന്ന പോലെ ഇരിക്കണം. അല്ലാതെ മറ്റവരെ നോവിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതാ ബി ഇംപെക്കബിൾ വിത്ത് വേർഡ്സ്. അപ്പം ഇതിൽ ജീസസ് പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ ഗുരുവും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. അതാണ് ഇപ്പോൾ നിങ്ങളടുത്ത് പറയുന്നത്. ജീസസ് പറഞ്ഞിട്ടുണ്ട് പോലും, വാട്ട് ഗോസ് ഇൻ ടു യുവർ മൗത്ത് ദാറ്റ് ഡസൻ ഡിഫൈസ് യു, ബട്ട് വാട്ട് കംസ് ഔട്ട് ഈസ് വാട്ട് ഡിഫൈസ് യു. അതായത് ഡിഫൈസ് എന്ന് വെച്ചാൽ നമ്മളെ തകർക്കുന്നത്, ഡെസ്ട്രോയ് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്തോ അകത്ത് പോകുന്നു, ജീസസ് പറഞ്ഞതാണ്, നമ്മളുടെ വായ്ക്കകത്ത് ഉള്ളിൽ എന്തോ പോകുന്നു എന്നുള്ളതല്ല നിന്നെ തകർക്കുന്നേ, നിന്റെ വായിന്ന് എന്തോ വെളി വരുന്നു എന്നുള്ളതാണ് നിന്നെ നശിപ്പിക്കാനുള്ള ശക്തി ഉള്ളത്. അതെന്തുവാ വായിന്ന് വെളി വരുന്നത്? വാക്കുകൾ. ഓക്കെ, അപ്പം അത്രയും നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ച് വേണം ഇനി സംസാരിക്കാൻ. അപ്പം ഇതേ നമ്മൾ നേരത്തെ കണ്ടില്ലയോ, ഓരോ ചക്രാസിലും ഭയം, നാണക്കേട്, കുറ്റബോധം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഹാർട്ട് ചക്രനെ അഫക്റ്റ് ചെയ്യും. അത് തുടർന്ന് വിശുദ്ധി ചക്രനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ചക്രാസിനെയും അതാത് ലെവലിൽ നമ്മൾ ശരിയാക്കിക്കൊണ്ട് പോകണം. ഓക്കെ, അതേപോലെ വേറൊന്ന്, എനർജി. ഈ വിശുദ്ധി ചക്രയിൽ എനർജി കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? ഓവർ ടോക്കിംഗ്. ഈ ഓവർ ടോക്കിങ്ങിനെ കുറിച്ചും എനിക്ക് കുറച്ച് പറയാനുണ്ട്. ചിലരുണ്ട് സദാ സർവകാലം നമ്മൾ ഈ കാതിനെ കടിച്ച് തിന്നുന്ന പോലെ. അവർ നല്ലതായിരിക്കും പറയുന്നേ, ശരിയായിരിക്കും പറയുന്നേ, പക്ഷേ ഈ ഓവർ ടോക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. ഞാനും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സദാ സർവകാലം ഇങ്ങനെ ചാറ്റർ ബോക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും. ഒന്ന് മാറ്റി ഒന്ന് അവരങ്ങനെ അവർ പറയുന്ന കേൾക്കാനൊക്കെ രസമാണ്, കേൾക്കാനൊക്കെ നന്നായിരിക്കും. ഞാനും ആലോചിക്കും എങ്ങനെ ഇവരിങ്ങനെ പറയുന്നു എന്ന്. പക്ഷേ സദാ സർവകാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കെന്താ അത്ര ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല, ശരിയല്ല തന്നെ. ഓക്കെ, എനിക്കത് അത്ര ഇഷ്ടവുമല്ല. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ എല്ലാ വീട്ടിൽ ഇരുന്നാലും ശരി, ചിലർക്ക് ആളുകളെ കിട്ടാനായിട്ട് കാത്തിരിക്കും. അതും വയസ്സായവർക്കാണ് അങ്ങനെ എന്നൊക്കെ നമ്മൾ പറയുന്നു. വയസ്സായവർ മാത്രമല്ല, യങ്സ്റ്റേഴ്സിലും അങ്ങനത്തെ സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ട്. സദാ സർവകാലം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഈ ഓവർ ടോക്കിംഗ് എന്ന് പറയുന്നത് വിശുദ്ധി ചക്രയിൽ കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ ആണ് അങ്ങനെ പറയുന്നത്. അതേപോലെ ഗോസിപ്പ്, മറ്റവരെ കുറ്റം പറയുക, പരദൂഷണം പറയുക, ഇവിടുന്ന് അവിടെ പോയി പറയുക, അവിടുന്ന് ഇവിടെ കൊണ്ടുവരിക, ഓരോ ആളുകൾക്കും ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോയി പറയുക. അതേമാതിരി ശബ്ദമിട്ട് സംസാരിക്കുക. അപ്പോൾ ശബ്ദമിട്ട് സംസാരിച്ചാൽ ഞാനാണ് ഇവിടുത്തെ എല്ലാം, ഞാനാണ് ലീഡർ,
ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി, അങ്ങനെ ഉള്ളവർ. അതേമാതിരി ഇവർക്ക് ഈ വിശുദ്ധി ചക്രയിൽ എക്സസ്, അതായത് കൂടുതൽ എനർജി ഉള്ളവർ, അവർ മറ്റവർ പറയുന്നത് ഒന്നും കേൾക്കാൻ തയ്യാറാവത്തില്ല. അവർക്ക് കേൾക്കേ വേണ്ട, ഇവർ പറയുന്നത് മാത്രം മറ്റവർ കേൾക്കണം, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അഡമൻ്റ് നേച്ചർ. അഡമൻ്റ് എന്ന് വെച്ചാൽ ഒരു അഹങ്കാരം, അത്രേ ഉള്ളൂ. തലക്കനം, തിമിര്, അത്രയേ പറയാനൊക്കത്തുള്ളൂ, സിമ്പിളായിട്ട് പറയണമെങ്കിൽ. പിന്നെ അതേപോലെ വിശുദ്ധി ചക്രയിൽ എനർജി കുറഞ്ഞിരുന്നാൽ എന്തുവാ, അവർക്ക് ശബ്ദം നേരെ ചൊവ്വേ വെളി വരത്തില്ല, വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിലും പലതരം ഉണ്ട്. ഈ നല്ലത് പറയുമ്പോഴും സോഫ്റ്റായിട്ട് പറയണം, ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം, മധുരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാവൂ, അങ്ങനെയൊക്കെ പറയുന്നത് വേറെ. ഇവിടെ എനർജി ഇല്ലെങ്കിലേ വായിന്ന് ശബ്ദമേ വരത്തില്ല ചിലർക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് വലിയ നാണക്കേടാണ്, 4 പേരുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ ഒക്കത്തില്ല, അങ്ങനെയുണ്ട്. സ്റ്റേജ് ഫിയർ ഉണ്ട്. എല്ലാവർക്കും ഒന്നും സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇപ്പം ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. എത്രയോ നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട്, അവരുടെ എല്ലാം മുഖം പോലും കാണിക്കത്തില്ല, സൈഡിലിരുന്ന് സംസാരിക്കത്തേ ഉള്ളൂ, വോയിസ് മാത്രമേ വരത്തുള്ളൂ. അവർക്ക് ഈ ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഭയമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ മനസ്സിൽ ഉള്ളത് വെളി പറയത്തില്ല, വെളി പറഞ്ഞാൽ ഭയം, വെളി പറഞ്ഞാൽ നാണക്കേട്, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളത്. ചിലർക്ക് ധൈര്യമേ ഇല്ല, ഉള്ളതുപോലെ പറയാനുള്ള ധൈര്യം വേണം. അത് അങ്ങനെ. പിന്നെ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതിനെ ചോദ്യം ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടവും സാമർഥ്യവും കാണിക്കണം. ഒരേടിയെ നമ്മൾ ചോദ്യം ചോദിച്ച് അവരെ കൊച്ചാക്കി അടിച്ച് അമർത്തുക എന്നല്ല. നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നല്ലോ, ഇതിലേതാ ശരി? നമ്മൾ ചോദിക്കുന്ന രീതിയുണ്ട്, നല്ല രീതിയിൽ ചോദിക്കാം, പക്ഷേ ചോദിക്കണം തോന്നിയാൽ ചോദിച്ചിരിക്കണം. ഇപ്പം എനർജി ലോ ആയിട്ടുള്ളവർ അങ്ങനെ ഒന്നും ചോദിക്കത്തൊന്നുമില്ല, ചോദിക്കാനേ ഭയമാണ്, നാക്ക് പൊങ്ങത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ വിശുദ്ധി ചക്ര വളരെ വീക്കാണ് എന്നുള്ളത് അർത്ഥം. പിന്നെ ബാലൻസ്ഡ് ആയിട്ട് വിശുദ്ധി ചക്ര ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ അവരെങ്ങനെയായിരിക്കും? ഓത്തൻറ്റിക് ആയിരിക്കും. ഒറ്റ വാക്കിൽ പറയാം, വിശുദ്ധി ചക്ര നേരെ ഇരുന്നാൽ ഓത്തൻറ്റിക് ആയിരിക്കും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എന്തിനാ? നമ്മളെ തന്നെ ചോദ്യം ചോദിക്കാൻ. ഞാൻ ഓത്തൻറ്റിക് ആണോ? ഞാൻ മറ്റവർക്ക് വേണ്ടി മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണോ ഞാൻ സംസാരിക്കുന്നേ? എൻ്റെ മുഖത്ത് പല മാസ്കുകൾ ഇട്ടുകൊണ്ടിരിപ്പുണ്ടോ ഞാൻ? അതോ വളരെ സിമ്പിളായിട്ട് മനസ്സിൽ തോന്നുന്നത് വളരെ മൃദുലമായ വാക്കുകളിൽ ഉപയോഗിച്ച് സംസാരിച്ച് മറ്റവരെ മനസ്സിലാക്കിപ്പിക്കുന്നോ എന്നുള്ളത് നമ്മളെ ചോദ്യം ചോദിക്കണം. അപ്പം എക്സ്പ്രസിങ് ദ ട്രൂത്ത്, സത്യമേ പറയാവൂ, സത്യമേവ ജയതേ എന്ന് എന്നോ പറഞ്ഞു നോക്കി. ഈ പറയുന്നതിലെ ഈ സത്യമേവ ജയതേ എന്ന് പറയുന്നത് എത്ര ശരിയായിട്ടുള്ള ഒരു വാക്കാണ്. അതായത് നമ്മൾ കള്ളം പറഞ്ഞു എന്ന് വെച്ചോണം, കള്ളം പറയുന്നതിന് 1000 മുഖങ്ങളുണ്ട്, കള്ളത്തിന് 1000 മുഖങ്ങളുണ്ട്. അതേസമയത്ത് സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. അതുമാത്രമല്ല, എപ്പോഴേ സത്യം പറയുന്നതാണ് എളുപ്പം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കണ്ണും മൂക്കും കാതും മസാലയും ചേർക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, നമ്മൾ ചിലരുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരുടെ അടുത്തും ഓരോ രീതിയിൽ സംസാരിക്കും. ഞാനത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാം. ഓരോരുത്തർക്ക് ഏറ്റ പോലെ മാറ്റി 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 പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അതൊരു വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. അപ്പം അവർക്കേ ഓത്തൻറ്റിസിറ്റി ഇല്ല, ഓത്തൻറ്റിസിറ്റി 0. അങ്ങനെ ഉള്ളവരാണ് ഈ ആളുകൾക്ക് ഏറ്റ പോലെ മാറ്റിയും മറിച്ചും പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഈ കള്ളം പറയുന്നവർക്ക് കള്ളൻ എവിടെയെങ്കിലും പിടികൂടൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ കള്ളം പറഞ്ഞാലേ നമുക്ക് ഓർത്തിരിക്കണം.
പല സ്ഥലത്തും കള്ളം പറഞ്ഞു ആരടുത്ത് എന്ത് കള്ളം പറഞ്ഞു നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് അത്രയും ഓർത്തിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് എവിടെയെങ്കിലും നമ്മൾ പിടിക്കപ്പെടുന്നത്. അതേസമയത്ത് സത്യം പറഞ്ഞാൽ ആരെയും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിൽ എന്നെ ചുറ്റിയ ആൾക്കാരുണ്ട്. ചിലരുണ്ട് ആലോചിക്കുന്നതിന് മുമ്പേ ഒരു കള്ളമായിരിക്കും പറഞ്ഞത്. കള്ളം പറയാനൊക്കെ ചിലർ മിടുക്കന്മാരാ. ടക്ക് 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 ടക്കെന്ന് മാറി മാറി മാറി, ഇവിടെ ഒരു കള്ളം, അവിടെ ഒരു കള്ളം, അതിനൊരു കള്ളം, ഇതിനൊരു കള്ളം. ഇപ്പൊ ഇവര് ഈ കള്ളത്തിന് മേലെ കള്ളം, ഓരോ കള്ളത്തിനെ മറയ്ക്കാൻ കള്ളം 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 കൂടി 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 വരിക. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അത് ശരിയോ തെറ്റോ എനിക്ക് ഒന്നേ പറയാനൊക്കത്തുള്ളൂ. എനിക്ക് സത്യം മാത്രമേ പറയാനൊക്കൂ. കള്ളം പറയാൻ അറിഞ്ഞുകൂടാ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് വഴക്കുകളും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് സത്യമായിട്ട് തോന്നുമ്പം അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ എവിടെയും ആർക്ക് വേണ്ടിയും അഭിനയിച്ചിട്ടില്ല. ആർക്ക് വേണ്ടിയും ഒരു മുഖംമൂടിയും മാസ്കും ഇട്ടുകൊണ്ട് നടന്നിട്ടില്ല. അതാണ് ഓത്തൻറ്റിസിറ്റി. അപ്പം ഇതൊക്കെ പഠിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനത്തെ സ്വഭാവങ്ങൾ നമ്മളിൽ വേണം. ഇല്ലെങ്കിൽ അതിനെ വളർത്തോണം. എനിക്ക് കള്ളം പറയുന്നതെന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. കള്ളമേ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒരു കള്ളം എവിടെയെങ്കിലും പറയണേ, ഈ കള്ളം പറയുന്നതെന്ന് വെച്ചാൽ എന്തുവാണോ, ഇപ്പൊ വലിയ രാജദ്രോഹം തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അകത്ത് തന്നെ അവരുടെ അടുത്തൊന്ന് പറഞ്ഞു, ഇവരുടെ അടുത്തൊന്ന് പറഞ്ഞു, മാറ്റി പറഞ്ഞു, മറിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൾക്കാർ ഫാമിലി തന്നെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ പോയി വിളമ്പി വയ്ക്കല്ലേ വേറെ രീതിയിൽ. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക്. എന്നെ കൊന്നാലും ഞാൻ കള്ളം പറയത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും കള്ളം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞത് ഒരു 10 ദിവസം എനിക്ക് ക്ലാസ് എടുക്കണം ആരെങ്കിലും. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ബെബെ അടിക്കും. സത്യം തന്നെ ആയിരിക്കും നാക്കിന്ന് വരുന്നത്. എന്ത് കേട്ടാലും എൻ്റെ നാക്കി വരുന്നത് സത്യമായിരിക്കും. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇപ്പം ഈ ക്ലാസ്സൊക്കെ ഞാൻ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വളരെ സന്തോഷപ്പെട്ടു. സാരമില്ല, നമുക്ക് ഓത്തൻറ്റിസിറ്റി ഉണ്ട്. അത് അറിയുമ്പോഴേ ഒരു സന്തോഷമാണ്. ഞാൻ ഓത്തൻറ്റിക്കാണ്. ആര് എന്നെ എന്ത് കുറ്റം പറഞ്ഞാലും ശരി, എന്നെ ഗർവി എന്ന് പറഞ്ഞാലും ശരി, അഹങ്കാരം എന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ തൻ്റെ ഇടം സാമർത്ഥ്യം ഉണ്ടെന്നോ, അല്ലെങ്കിൽ അങ്ങനെ. ഇനിയൊരു കാര്യമുണ്ട്, ഈ വിശുദ്ധി ചക്ര ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ സംസാരത്തിലും ഒരു ഉറപ്പ് വരുന്നത്. അതും എൻ്റെ ഗുരു പറഞ്ഞതാ ഈ ക്ലാസ്സിൽ. ഈ അവനോൻ്റെ അനുഭവത്തിൽ നിന്ന് വരുന്ന സംസാരമാണ് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പം ഞാനൊക്കെ കൊച്ചിലേ എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഇപ്പം വേറൊരു കാര്യമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ, ഓ പ്രിൻസിപ്പൾ അല്ലയോ നിങ്ങൾ, പ്രിൻസിപ്പൾ ആയിരുന്നല്ലോ, അതുകൊണ്ട്. ഈ പ്രിൻസിപ്പളായ കൊണ്ടോ ടീച്ചറായ കൊണ്ടോ ഒന്നുമല്ല, ജന്മനാ എൻ്റെ സ്വഭാവമാണ്. കൊച്ചിലേ തൊട്ടേ ഞാൻ ഇങ്ങനെയാണ്. അപ്പം അപ്പം സാരമില്ല, എൻ്റെ വിശുദ്ധി ചക്ര കുറച്ചുകൂടെ ബാലൻസ്ഡ് ആണ് എന്ന് എനിക്ക് തോന്നുമ്പം അതിലൊരു സന്തോഷം. എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് എവിടെ പോയാലും നല്ല രീതിയിൽ സംസാരിക്കാനും അവതരിപ്പിക്കാനും ഉള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കഴിവ് എന്നല്ല, എനിക്ക് ദൈവം തന്ന കഴിവാണ്. ആരടുത്ത് വേണമെങ്കിലും ചെങ്കുറ്റത്തോടെ പോയി സംസാരിക്കാൻ പറ്റും. ഒരു ഇൻ്റർവ്യൂ എടുക്കണോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കണോ, നാളെ നരേന്ദ്രമോദി വരുന്നു കേരളത്തിൽ തിരുവനന്തപുരത്ത്, 2 ചോദ്യം ചോദിക്കാമോ, ഓ റെഡി. എനിക്കതിന് എഴുതാനും പ്രിപ്പയർ ചെയ്യാനും ഒന്നും ആവശ്യമില്ല. ഞാൻ എവിടെ പോയാലും സംസാരിക്കാനും നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കാനും ഒക്കെ ഉള്ള കഴിവ് എനിക്ക് കൊച്ചിലേ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ദൈവം ഇപ്പം വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത്. അത് പ്രപഞ്ചം തന്ന ഒരു അനുഗ്രഹമാണ്. എന്നെ കൊണ്ടാവുന്നവരെ അത് ചെയ്യണമെന്നും ഞാൻ നോക്കിയിരിക്കുവാണ്. നോക്കട്ടെ. അപ്പം സത്യമേ പറയാവൂ. സത്യം പറയുന്നതാണ് എളുപ്പം. എന്നുവെച്ചാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. സത്യം എന്ന് സത്യം തന്നെയാണ്.
ഓക്കെ. സോ ഓത്തൻറ്റിസിറ്റി, സത്യം പറയുക, നല്ല രീതിയിൽ കേൾക്കുക, ആവശ്യത്തിന് മോഡുലേഷൻ ഇൻ ദ വോയിസ്. ചിലരുണ്ട് ഒരുപോലെ ഇങ്ങനെ വായിക്കും. ഈവൻ ന്യൂസ് റീഡേഴ്സിൽ കൂടെ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ ട്രെയിൻ വിട്ട പോലെ കട 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 കടന്ന് വായിക്കും. അതിനകത്ത് ഒരു എന്തുവാ വോയിസ് മോഡുലേഷൻ എന്ന് പറയും. കയറ്റം ഇറക്കം, കയറ്റം ഇറക്കം. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരു സംസാരം, ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരു വായന, അത് ശരിയല്ല. അപ്പം അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരു കാര്യത്തിനെ വായിക്കാനോ പറയാനോ അവതരിപ്പിക്കാനോ ഉള്ള കഴിവ് ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ, വിശുദ്ധി ചക്ര ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ. അതുമാത്രമല്ല, അപ്പം വി ഷുഡ് ബി ഇംപെക്കബിൾ വിത്ത് വേർഡ്സ്. വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഈ ഈ ഈ വളവള കൊളക്കൊള എന്നുള്ള സംസാരവും പാടില്ല. ചിലര് അത് എന്തോ സംസാരിക്കാൻ വരുന്നതിനെ അവർക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ പറയും. ഓപ്പോസിറ്റിൽ ഇരിക്കുന്നവന് കേൾക്കുന്നവനെ അറിയാവൂ ഇവൻ എന്തിനാ ഈ പൊട്ടത്തെറ്റൊക്കെ ഇങ്ങനെ വിളിച്ചു പോയി പറയുന്നതെന്ന്. പക്ഷെ അവർക്ക് നിർത്താൻ അറിയത്തില്ല. അത് പാട്ടിന് ഇങ്ങനെ തട്ടി വിട്ടിട്ട് ടേപ്പ് റെക്കോർഡർ പോലെ പൊയ്ക്കൊണ്ടിരിക്കും. നോട്ട് ടോക്കിംഗ് ടു ദ പോയിന്റ്. ഇപ്പം ഞാനൊക്കെ എപ്പോഴും ഐ വിൽ ടോക്ക് ടു ദ പോയിന്റ്. ടോക്ക് ടു ദ പോയിന്റ് എന്ന് വെച്ചാൽ ആ പോയിന്റ് കയറി പിടിക്കാൻ എനിക്കറിയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ടക്കനെ ആ പോയിന്റിൽ കയറി പിടിക്കും. അപ്പം അതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പം കേൾക്കണം, മറ്റവർ പറയുന്നത് കേൾക്കണം, അതിനേറ്റ പോലെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കണം. അപ്പം വളരെ മൈൻഡ്ഫുള്ളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യണം. അതൊക്കെയാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ ഈ പാട്ട് പാടുന്നില്ല, അവർക്കെല്ലാം വിശുദ്ധി ചക്ര വളരെ ബാലൻസ്ഡ് ആണ്. ഇപ്പം എത്രയോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. സിനിമ പാട്ടാണെങ്കിലും ശരി, കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും ശരി. ഇപ്പം എനിക്കൊക്കെ, ഞാൻ പാട്ടൊന്നും പഠിച്ചില്ല. കൊച്ചിലെ എന്നെ പാട്ട് ക്ലാസ്സിലൊന്നും അയച്ചിട്ടില്ല. ഡാൻസ് കളിക്കുമായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് MSc വരെ എല്ലാ ക്ലാസ്സുകളിലും, എല്ലാ കോളേജസിലും, എല്ലാ ആനുവൽ ഡേക്കും ഞാനൊരു പ്രോഗ്രാം, എനിക്ക് ഡാൻസ് ഉണ്ട്. എൻ്റെ ഡാൻസ് ഇൻഡിവിജ്വൽ ഡാൻസ് അല്ല, ഗ്രൂപ്പ് ഡാൻസ്. ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഭരതനാട്യമൊക്കെ എനിക്ക് ഇപ്പോഴും കാണാനും ആസ്വദിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പാട്ട് കേൾക്കാൻ അറിയാവുന്നല്ല, പാട്ട് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇക്കാലത്തെ പാട്ടുകളല്ല. ഇപ്പം ഞാൻ TV ഓൺ ചെയ്യാറേ ഇല്ല. എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഓൺ ചെയ്യുമ്പം കാതി വീണാൽ പോലും ഞാൻ കാതടച്ചുകൊണ്ട് അങ്ങ് മാറും. ഒരു രാഗം, ഒരു ഈണം, ഒരു ഇനിമ എന്ന് വെച്ചാൽ ഒരു മധുരം ഒന്നുമില്ലാത്ത ഈ ഡപ്പാങ്കുത്ത് പാട്ടുകളാണ് ഇക്കാലത്ത് വരുന്നത്. ഇതൊന്നുമല്ല. പക്ഷെ ഞാൻ പഴയ പാട്ടുകളെല്ലാം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ കൊച്ചിലെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മയും കുഞ്ഞമ്മയും എല്ലാവരും കൂടെ ഈ ആദ്യത്തെ കൺമണി, എനിക്ക് പാടാൻ അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് ആണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, ഇതൊക്കെ എന്നെ പാടാൻ പറഞ്ഞ് കേൾക്കും. അതേമാതിരി ആത്മവിദ്യാലയമേ, അത് എന്തോ എനിക്ക് എൻ്റെ അമ്മൂമ്മ റേഡിയോയിൽ ഒരു വലിയ മർഫി റേഡിയോ ഉണ്ടായിരുന്നു വീട്ടിൽ, പോക്കാൻ വയ്യാത്ത ഒരു വലിയ റേഡിയോ. അതിലാണ് ഞങ്ങൾ പാട്ട് കേൾക്കുന്നത്. ഈ സിലോണിലെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ വയ്ക്കും. അപ്പം ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ പാട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. അപ്പൂപ്പൻ ഇല്ലാത്ത സമയത്ത്, അപ്പൂപ്പൻ വീട്ടിൽ വരാത്ത സമയത്ത് ഞങ്ങളെല്ലാം പാട്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ 5 വയസ്സ് 4 വയസ്സ് ആ സമയത്താണ് ഈ ആത്മവിദ്യാലയമേ എന്നുള്ള പാട്ട്, ഈ ആദ്യത്തെ കൺമണി, വിരുന്ന് വരും 10ാം മാസത്തിൽ, നമുക്ക് എന്തോ അറിയാം, പാടാൻ പറയുന്നത് നമ്മളങ്ങ് പാടുക. അപ്പം അങ്ങനെയൊക്കെ പാടി പഠിച്ച ഇതുകൊണ്ട്, അപ്പം കൊച്ചിലേ എനിക്ക് പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഉള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പം KJ യേശുദാസ്, ഇപ്പം ഈ നന്നായിട്ട് പാടുന്നവർക്കെല്ലാം അവരുടെ വിശുദ്ധി ചക്ര വളരെ ബാലൻസ്ഡ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. യേശുദാസ് ആവട്ടെ, ജയചന്ദ്രനാവട്ടെ,
KS ചിത്ര, സുജാത മോഹൻ, ജാനകി, എസ് ജാനകി, പി സുശീല, TM സൗന്ദരരാജൻ, പിന്നെ പി ലീല, പഴയ പാട്ടുകാർ, പി ലീല, പിന്നെ രാജ ജിക്കി, AM രാജ, ജിക്കി, അവരുടെയൊക്കെ പാട്ടുകളൊക്കെ അതങ്ങനെ ഒഴുകി വരുന്നതിന് കാരണം അവരുടെ വിശുദ്ധി ചക്ര പ്രോപ്പറായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളും നമ്മളുടെ വാക്കുകൾ നിയന്ത്രിക്കുക. നമ്മളും ഇവരുടെ കൂട്ടൊക്കെ പാടിയില്ലെങ്കിലും പാട്ടുകളൊക്കെ ആസ്വദിക്കുക. അത് നല്ല ഒരു സ്വഭാവമാണ്. പാട്ട് പാടുന്നതും ആസ്വദിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ. അത് മനസ്സിന് ഒരുപാട് ഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പം കൂടെ മ്യൂസിക്, ഫ്ലൂട്ട് മ്യൂസിക് ഇട്ടുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷനിൽ ഇങ്ങനെ ശ്വാസത്തിനെ നിരീക്ഷിച്ചിരുന്നാലും അല്ലെങ്കിൽ സെൽഫ് ടോക്കിലേ കുത്തിയിരുന്നാലും നമ്മുടെ ഞാൻ വിചാരിക്കുന്നത് ആ ശബ്ദം കേൾക്കുമ്പം എൻ്റെ ആത്മായ്ക്ക് ഒരു നല്ല ഒരു എന്തുവാ സന്തോഷം കിട്ടുന്നുണ്ട്. എൻ്റെ ആത്മാ അതിനെ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇട്ടുകൊണ്ട്, വെറും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ്, വെറും പാട്ടെന്ന് വെച്ചാൽ വെറും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഇട്ടുകൊണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അപ്പം അതുപോലെ ഒക്കെ നമ്മൾ എല്ലാ രീതിയിലും നോക്കുക. ഒത്തൻറ്റിക്കായിട്ടിരിക്കുക, സത്യമേ പറയുക, ഇംപെക്കബിൾ വിത്ത് വേർഡ്സ്, ആവശ്യമുള്ളത് മാത്രം പറയുക. പിന്നെ ഇതിലെ വേറൊരു കാര്യം, ഫിസിക്കൽ ഡിസോർഡേഴ്സ് എന്തുവാ, അത് വിട്ടുപോയല്ലോ. ഫിസിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേഹരീതിയിൽ വിശുദ്ധി ചക്ര നേരെ ചൊവ്വയില്ലാത്തവർക്ക് ഈ ഭാഗത്ത് അസുഖങ്ങളൊക്കെ വരും. തൊണ്ടയിൽ ചളി കെട്ടുന്നത്, വോയിസിൽ ബ്രേക്ക് വരുന്നത്, കഴുത്ത് വേദന, കാത് വേദന, എന്നുവെച്ചാൽ ENT എല്ലാം ഒന്ന് സംബന്ധപ്പെട്ടതാണല്ലോ. അങ്ങനത്തെ ചില പ്രയാസങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഇതെല്ലാം എല്ലാ ചക്രാസിനെയും നമുക്ക് നേരെ ചൊവ്വേ കൊണ്ടുവരണമെങ്കിൽ ഒരു വഴി മെഡിറ്റേഷൻ ചെയ്യുക. വേറെ ഒരു വഴി എന്ന് പറയുന്നത് ഈ വിശുദ്ധി ചക്രായനെ നേരെയാക്കാൻ മൗനവ്രതം ഇരിക്കുക. മൗനത്തിനെ കുറിച്ചും ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എപ്പം നമുക്ക് മിണ്ടാതെ വായടച്ച് കണ്ണും അടച്ച് മിണ്ടാതെ ഇരിക്കാൻ പറ്റുന്നോ അവിടെയൊക്കെ മിണ്ടാതിരിക്കുക. അപ്പം നമുക്ക് എവിടെ മിണ്ടണം, എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കരുത് എന്നുള്ളത് വളരെ അറിഞ്ഞിരിക്കണം. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹു നോ ടു ഒബേ ഓൺലി ക്യാൻ ഓർഡർ. ആർക്ക് ഒരു റൂൾ ഉണ്ടെങ്കിൽ ആ റൂളിനെ നമ്മൾ പാലിക്കണം. ആ പാലിക്കാൻ അറിഞ്ഞവനെ ആ റൂളിനെ ഉണ്ടാക്കാനുള്ള ശക്തി കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ മറ്റവർ പറയുന്നത് കേൾക്കണം, എവിടെ സംസാരിക്കണോ അവിടെ സംസാരിക്കണം, എവിടെ വായടച്ചിരിക്കണോ അവിടെ മിണ്ടാണ്ട് ഇരിക്കാനും അറിയണം. അത് ഒരു ടെക്നിക്കാണ്, സൈലൻസ്. അതുമാത്രമല്ല, ഇപ്പം ചില സ്ഥലത്ത് നമുക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, വായടച്ച് മിണ്ടാതിരുന്നാൽ മതി. അതുമാത്രമല്ല, ചില സ്ഥലത്ത് നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ, എങ്ങനെ ഒരു കാര്യത്തിനെ അവതരിപ്പിക്കുന്നു എന്ന് അറിഞ്ഞൂടെങ്കിൽ വേണ്ട, മിണ്ടാതിരിക്കുക. ഞങ്ങളുടെ അമ്മൂമ്മ പറയും, നാഴിപ്പാതി ആടാത്തെന്ത് ഉരിയാടാത്തെന്ത് എന്നുള്ളതിനാണ്. നാഴി ഒരു നാഴിയുണ്ടല്ലോ, നാഴിയുടെ പകുതിയാണ് ഉരി. അപ്പം ഉരിയാടാത്തെന്ത് എന്ന് ചോദിക്കുന്നതിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നാഴിപ്പാതി ആടാത്തെന്ത്. അതുപോലെ എപ്പോഴാ ഉരിയാടേണ്ടത്, എപ്പോഴാ സൈലൻസ് ആയിട്ടിരിക്കേണ്ടത്, എപ്പോഴാണ് മൗനത്തിലിരിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയണം. അതുമാത്രമല്ല, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മൗനം, ഒരു 3 ദിവസം കൂടുമ്പോൾ ഒരു ഹാഫ് എ ഡേ, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ ഹാഫ് എ ഡേ മൗനം, 15 ദിവസത്തിനൊരിക്കൽ 1 ഡേ മൗനം, ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും, ഏതെങ്കിലും 2 ദിവസം ഒരു മാസത്തിൽ മൗനം നമ്മൾ ഇരുന്നേ പറ്റും. അപ്പം മൗനം എന്നും പറഞ്ഞും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം മതി. ഞാൻ പറഞ്ഞ ഒരു 10 വീഡിയോയിൽ 10-20 വീഡിയോയിൽ
ഉള്ളതെല്ലാം നമ്മൾ പാലിച്ചാലേ മതി നമുക്ക് മുക്തി ഷുവർ. ഓക്കെ, അങ്ങനെയെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം.